ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ രാത്രി ഒരു 8 മണിയാകുമ്പോൾ എത്തണം എന്നുള്ള രീതിക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിലെത്തി. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അവിടുന്ന് പിന്നെ കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വീഡിയോ എടുക്കാൻ മര്യാദയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്കിങ്ങൊക്കെ അൽഹംദുലില്ലാ നേരം പോലെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഏകദേശം 11:45 ആകുമ്പോഴത്തേനായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അത്രയും നേരം ഞങ്ങൾക്ക് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ 14B ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ കോൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു വ്ളോഗ് എനിക്ക് ഒരുപാട് മെമ്മറബിൾ ആയിട്ടുള്ള വ്ളോഗാണ്. കാരണം ഇന്ന് ഞാൻ നാട്ടിൽ പോണ ദിവസമാണ്, അതേപോലെ എൻ്റെ ബർത്ത്ഡേ ആണ്. അതുമാത്രമല്ല ഇന്ന് ഞാനിവിടെ 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സ്പെഷ്യൽ മൊമെൻറ്റും കൂടിയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നാട്ടിൽ ഞാൻ അവിടെ നിൽക്കും. ഉമ്മയും ഉപ്പയും ഇവരെല്ലാവരും തിരിച്ചു വരും. ഞാനവിടെ പഠിക്കാൻ വേണ്ടി പോകണം. അതൊക്കെ ഞാൻ വരും വ്ളോഗിൽ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പം ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കൂടെ താത്തുണ്ട്. റുമൈസ് താത്ത ഹായ് പറയോ? ഇല്ല, ഹായ് പറയും, ഞാൻ കട്ട് ചെയ്യും. പിന്നെ അത് മാത്രമല്ല താത്താൻ്റെ മക്കളൊക്കെ അവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിത് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മളുടെ ഫ്ലൈറ്റ് എത്തി എന്ന് പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ നമ്മൾ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം ഇനി 4 hours ട്രാവലിംഗ് ആണ് കേട്ടോ. അപ്പം ഇനി പോകുന്നത് ഓക്കെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2 ഗ്രൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 2 ആക്ടേഴ്സിനെ കൂടെ കണ്ടു കേട്ടോ. അങ്ങനെ അവരോട് ഹായൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊരു കോഫിയും പിന്നെ കുറച്ച് നട്ട്സും വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് 7:30 ആയപ്പോൾ ഞങ്ങൾ ലാൻഡായി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ലഗേജസൊക്കെ എടുത്തിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുത്തെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോയി. ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് പിന്നീട്. ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ലഗേജ് ബെൽ നമ്പർ 3 അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മാമൻ ഓൾറെഡി വന്നിട്ടുണ്ട്. മാമൻ വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ലഗേജൊക്കെ പോയിട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ലഗേജസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അപ്പോൾ നമ്മളെ മാമന്മാരായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ കസിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ വണ്ടി കയറിയിട്ട് ഇതെല്ലാം കയറ്റിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ മാമനും കസിൻസൊക്കെ വണ്ടി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോണ വഴിക്ക് നല്ലൊരു ഹോട്ടലിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവൻ ഹോട്ടലിൽ കയറി. അങ്ങനെ കയറി ഞാൻ നല്ല നെയ് റോസ്റ്റാണ് കഴിച്ചത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. മണിമാമ ഒരു ഹായ് പറയൂ. മണിമാമ ഭയങ്കര ശ്രദ്ധഹീനമായി വണ്ടി ഓടിക്കാൻ.
അങ്ങനെ ഇതാ വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ലഗേജസും കാര്യങ്ങളൊക്കെ ഇറക്കി. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ. ഗായ്സ് ഭയങ്കരമായ മഴയാണ് കേട്ടോ. ഞങ്ങൾ വന്ന പാടെ കണ്ടില്ലേ